സഞ്ജു KCA വിവാദം അവസാനിക്കുന്നില്ല. അതൊരു വേറൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശ്രീശാന്തും കൂടി അതിൻ്റെ ഭാഗമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശ്രീശാന്ത് നേരത്തെ സഞ്ജുവിന് പിന്തുണച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് KCA. അങ്ങനെ ശ്രീശാന്തിന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കാനുള്ളൊരു സാഹചര്യം എന്താണ്? ഏത് അർത്ഥത്തിലായിരിക്കും ആ ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടാവുക? അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ സഞ്ജുവിൻ്റെയും KCAയുടെയും വിവാദം അവസാനിച്ചില്ലെങ്കിൽ സഞ്ജുവിൻ്റെ കരിയറിനെ ബാധിക്കുന്നത്. പക്ഷെ അത് KCAക്ക് അവസാനിപ്പിക്കാൻ ഒരു ഇൻറ്റൻഷൻ ഇല്ലേ എന്നുള്ള സംശയമാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പം ശ്രീശാന്തിന് അയച്ചിരിക്കുന്നത് പിന്നെ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം ഫെയിലേഴ്സിന്റെ മെൻറ്ററും സഹോടമയാണ് ശ്രീശാന്ത്. അപ്പോൾ ഒരു കരാർ നിലനിൽക്കുന്നുണ്ട്, കേരള ചട്ടലംഘനം എന്ന് പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത്. പക്ഷെ അവിടെയും ഈ ചോദ്യമുണ്ട്. അത് അയച്ചത് ഓക്കെയാണ്, പക്ഷേ അത് എന്തിനാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നില്ല. ഇതൊരു ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ KCA, അതിൻ്റെ ആവശ്യമുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞു. ശ്രീശാന്തിനെ സഞ്ജുവിനെ എന്നും പിന്തുണച്ചതാണ് ശ്രീശാന്ത്. എനിക്കൊന്ന് KCA പിന്തുണച്ചതിനേക്കാൾ സഞ്ജുവിനെ പിന്തുണ കൊടുത്തത് ശ്രീശാന്താണെന്ന് തോന്നുന്നത്. ഈ സഞ്ജുവിൻ്റെ കരിയർ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരാനുള്ള കാരണം KCA എന്തുകൊണ്ടും പിന്നെ അറിയാം. നമുക്ക് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്ന് സഞ്ജുവിടെ കരിയർ ബിൽഡപ്പ് ചെയ്തൊക്കെ നമുക്കറിയാം, KCAൻ്റെ പിന്തുണയൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനേക്കാളും ഇന്ത്യൻ ടീമിലേക്ക് ഈ ഒരു സഞ്ജുവിൻ്റെ വളർച്ചയ്ക്ക് പ്രധാനമായിട്ട് ഇത് വെച്ചത് ശ്രീശാന്ത് തന്നെയാണ്. അത് സഞ്ജു പല ഇൻ്റർവ്യൂകളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പിന്തുണയാണ് ഇപ്പോൾ ഈ വിവാദത്തിലും പിന്നെ ശ്രീശാന്ത് പിന്തുണ കൊടുത്തത്. അതിൻ്റെ പേരിലൊക്കെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് 7 ദിവസത്തിന് മറുപടി നൽകിയില്ലെങ്കിൽ നടപടിയെടുക്കുന്നൊക്കെ പറയാൻ വരുമ്പോൾ അത് KCA അനാവശ്യമായിട്ടുള്ള ഒരു നടപടിയിൽ കിടക്കുമല്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ കേരള താരങ്ങൾ ഒരു സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ശ്രീശാന്തിന്റെ ഒരു ടീമിൽ കളിക്കുന്നതോടുകൂടിയാണ്. അപ്പൊ സഞ്ജു വന്നതോടുകൂടിയിട്ട് അതൊരു വലിയ അർത്ഥത്തിൽ ഇതാവുന്നുണ്ട്. ഇപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനാണ്. അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഫാൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇതാണ്. ഇതേ അർത്ഥത്തിൽ ഒരു ശ്രീശാന്ത് ഒരു പാത അല്ലെങ്കിൽ ശ്രീശാന്തിന്റെ ഒരു കരിയറിന്റെ ഓളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു താരം കൂടിയാണ് സഞ്ജു സാംസൺ. ഈ ഒരു അർത്ഥത്തിൽ ഇപ്പൊ സഞ്ജുവിനെ സംബന്ധിച്ച് ഇവർ പറയുന്ന ഒരു ഇത് സഞ്ജു പരിശീലനത്തിന് ഇറങ്ങാൻ തയ്യാറാകാതെ ടീമില് സ്വാഭാവികമായിട്ട് നമുക്കറിയാം സഞ്ജു ഒരു ബ്രേക്ക് എടുത്തതാണ്. ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ശ്രീശാന്ത് സഞ്ജുവിനെ പിന്തുണക്കുന്നത്. മാത്രമല്ല സഞ്ജു ഇനിയിപ്പോ ഒരു പരിശീലനം നടത്തിയിട്ട് അങ്ങനെ ഫിറ്റ്നസ് തെളിയിക്കേണ്ട ആ ഒരു സാഹചര്യത്തിലുള്ള ഒരു താരമല്ല എന്നാണ്. കാരണം സഞ്ജു ആ ഘട്ടത്തിലൂടെ ഓൾറെഡി കടന്നു പോയിട്ടുണ്ട് എന്നാണ് ശ്രീശാന്ത് പറയുന്നത്. ഇപ്പൊ ഈ കാരണം കാണിക്കൽ നോട്ടീസിനോട് ശ്രീശാന്ത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതായത് ഇപ്പൊ പറഞ്ഞാൽ തന്നെ ഇപ്പൊ ഈ അദ്ദേഹം പറഞ്ഞത്രേ ഉള്ളൂ. ഇപ്പൊ KCA ചെയ്യുന്നത് സഞ്ജുവിനോട് ചെയ്യുന്നത് ഒരു സീനിയർ താരത്തോട് കാണിക്കേണ്ട രീതിയിലല്ല പെരുമാറുന്ന രീതിയിലാണെന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓൾറെഡി പരിശീലന മത്സരങ്ങളൊക്കെ കളിച്ച് കഴിവെളിക്കേണ്ട താരമല്ല, ഫിറ്റ്നസ് തെളിയിക്കേണ്ട താരമല്ല. പക്ഷെ അതിൽ രണ്ടഭിപ്രായം എനിക്കുണ്ട്. കാരണം KCA ഒരു മാനദണ്ഡത്തിൻ്റെ ബേസിലാണ് ഇപ്പം ക്യാമ്പും ടീമും സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ മുതിർന്ന താരങ്ങൾ മാതൃകപരമായിട്ടാണ് പെരുമാറേണ്ടത്. അല്ല, പ്രത്യേകിച്ച് എനിക്ക് അതിൽ ഞാൻ പറഞ്ഞൊരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയ ക്രിക്കറ്റിലും കൂടി കളിക്കുന്ന ഒരു താരം കൂടിയാണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഇവിടെ അതായത് ആഭ്യന്തര ക്രിക്കറ്റ് നടക്കുന്ന സമയത്ത് ഒരു പക്ഷെ പുള്ളി അവിടെ കളിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഒരു പുള്ളിയുടെ ഒരു ഷെഡ്യൂൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത്ര രണ്ടഭിപ്രായം എന്ന് പറഞ്ഞത് തന്നെയാണ്. ഇപ്പം ഒരു മാനദണ്ഡം ബേസ് ചെയ്യാൻ വേണ്ടി പിന്തുടരാൻ വേണ്ടി സഞ്ജു ശ്രമിക്കണം. പക്ഷേ ഇതിന്റെ പേരിൽ KCA ഇങ്ങനെ ടീമിൽ ഉൾപ്പെടുത്തിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ഇപ്പോൾ ശ്രീശാന്ത് പറഞ്ഞാൽ തന്നെ പിന്നെ ഒരു ഇപ്പം ഈ നമ്മൾ T20 ഇംഗ്ലണ്ടിൻ്റെ T20 പരമ്പര വരുവാണ്. സഞ്ജുവിന് വിശ്രമമില്ലാത്തൊരു ഷെഡ്യൂളിലേക്കാണ് പോകുന്നത് അറിയാം. ഒരു വിശ്രമം, ആ ക്യാമ്പിൻ്റെ സമയത്ത് ഒരു വിശ്രമം അദ്ദേഹം മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു താരത്തിന് അത് ഒരു പരിഗണന നൽകേണ്ടതാണ്. KCA നൽകിയില്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ടീമിൽ നിന്ന് കിട്ടും, സഞ്ജുവിന് കിട്ടും. അതാണ് പ്രധാനം. കാരണം ഒരു അതായത് ഓരോ കേരളത്തിലുള്ള ഏക രാജ്യാന്തര താരമാണ് ഇപ്പം നിലവിൽ കളിക്കുന്നതിൽ സഞ്ജു ഉള്ളത് പുരുഷ താരങ്ങളിൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞപ്പം നമ്മൾ ഈ സഞ്ജു സാംസൺ പിന്നെ ഒരു ചാനലിൽ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ശ്രീശാന്ത് രാഹുൽ ദ്രാവിഡിനോട് പറഞ്ഞൊരു നുണയുടെ പേരിൽ, ഒരു വലിയൊരു നുണ പറഞ്ഞ പേരിലാണ് എനിക്ക് ദേശീയ ടീമിന് രാജസ്ഥാൻ റോയൽസിന് സെലക്ഷൻ ക്യാമ്പിലേക്ക് അവസരം ലഭിച്ചത്, IPL അവസരം ലഭിച്ചത്. ആ IPL നിന്നാണല്ലോ സഞ്ജു ഈ പറഞ്ഞ ഫാൻ ബേസ് ഉണ്ടാക്കിയതും ഈ താരങ്ങൾ ഇന്നത്തെ താരമായി വളർന്നു വന്നത്. അപ്പം ആ ഒരു പിന്തുണ ശ്രീശാന്ത് സഞ്ജുവിന് കൊടുത്തുകൊണ്ടാണ് സഞ്ജു ഇന്നാണ് ഇന്ത്യൻ താരമായി വളർന്നത്. അതുപോലെ ഈ KCAക്ക് അതുപോലെ ഏതെങ്കിലും ഒരു താരത്തെ പിന്നെ സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നാണ് ഇപ്പൊ ഇന്നലെ സഞ്ജു ചോദിച്ചത്. ശ്രീശാന്ത് ചോദിച്ചത് ആ ചോദ്യം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം സഞ്ജുവിന് ശേഷം ഒരു രാജ്യാന്തര പുരുഷ താരത്തെ വന്നിട്ടില്ല, താരങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ഇത്രേ നല്ല ഫോമിൽ കളിക്കുന്ന കഴിവുള്ള താരങ്ങൾ ഇപ്പം കേരള ടീമിൽ നിറയെ താരങ്ങളുണ്ട്. സച്ചിൻ ബേബി ആയാലും വിഷ്ണു വിരോധ് ആയാലും ഇവരൊക്കെ നിതീഷ് MD ആയാലും ഇങ്ങനെ നിരവധി താരങ്ങളുണ്ട്. ഇവർക്കൊന്നും അവസരം ലഭിക്കുന്നില്ല. അത് അവർക്ക് വേണ്ടി KCA എന്ത് ചെയ്തു? ആ ചോദ്യം ശ്രീശാന്ത് ചോദിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തിയോ KCA എന്ന്? ഉയർത്തിയിട്ടില്ല എന്നാണ് ശ്രീശാന്ത് പറയുന്നത്. ഒരു മുതിർന്ന താരം, സീനിയർ താരം, ഒരു മുൻ കേരള താരം കൂടി ചോദിക്കുവാണ്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ എനിക്ക് KCA കൊടുക്കേണ്ടത്. അല്ലാതെ ഈ കാരണമായിട്ട് നോട്ടീസിൽ ശ്രീശാന്തിനെ ഒതുക്കാനല്ല നോക്കേണ്ടത്. ആ ചോദ്യം ഇവിടെ വാലിഡാണ്. ചോദ്യം അദ്ദേഹം ചോദിച്ചതുപോലെ എന്തുകൊണ്ടത് വരുന്നില്ല? കഴിഞ്ഞ സീസണിൽ, ആഭ്യന്തര സീസണിൽ സച്ചിൻ ബേബി റൺവേട്ടക്കാരിൽ രണ്ടാമനായിരുന്നു. എന്നിട്ട് ക്യാമ്പിലേക്ക്, ഇന്ത്യൻ ദേശീയ ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ ട്രോഫിയിലേക്കോ അവസരം ലഭിച്ചില്ലല്ലോ. അത് KCA ചോദ്യം ചെയ്തിരുന്നോ എന്ന ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ഈ താരങ്ങൾക്ക് വേണ്ടി KCA ഇപ്പം ഈ ആഭ്യന്തര ടൂർണമെൻറ്റുകൾ പങ്കെടുക്കുന്നതും ടീം സെലക്ഷൻ ക്യാമ്പ് ഉണ്ടാക്കി
കളിക്കാൻ പോകുന്നതും ഇപ്പോൾ കേരള ടീം നമുക്കറിയാം മികച്ച ഫോമിലാണ് കേരള ടീം കളിക്കുന്നത് കഴിഞ്ഞ 2 സീസണിലായിട്ടൊക്കെ. അപ്പം അതിന് പുറമെ ഇവർക്ക് ദേശീയ ടീമിലേക്ക് ഒരു അവസരം ലഭിക്കാത്തപ്പം എന്ത് ഇടപെടലാണ് KC നടത്തുന്നത്? തീർച്ചയായിട്ടും ഇതൊരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു അതാത് സ്റ്റേറ്റ് അസോസിയേഷനുകൾ താരങ്ങളെ പിന്തുണക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും അധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു താരം ആണ് സഞ്ജു. സഞ്ജുവിനെ സംബന്ധിച്ച് ഏതൊരു ചെറിയൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം വരുന്നതും അവന്റെ കരിയറിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ പറഞ്ഞാൽ തന്നെ ഈ ടീമിൽ ഉൾപ്പെടുത്ത തരം BCA അന്വേഷണം ചോദിച്ചു ഇവിടെ വിശദാംശം തിരക്കി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ സഞ്ജുവിനെ സംബന്ധിച്ച് ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നു ഓൾറെഡി. അത് വന്നു എന്നത് അവിടെ ആ ഒരു കൃത്യമായിട്ട് ആ ഒരു രീതിയിൽ നമ്മളിപ്പോ ഒരു ക്രിക്കറ്റ് ആരാധകർ എന്ന രീതിയിൽ സംസാരിക്കുമ്പോഴാണ് ഇതിനൊക്കെ കൃത്യമായ ചട്ടങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം ഒരു ക്രിക്കറ്റ് ആരാധകൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ ക്രിക്കറ്റിനോട് ഇഷ്ടമുള്ള ആളുകൾ എന്ന രീതിയിൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് തന്നെയാണ്. ഇപ്പൊ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ KCAയുടെ ഒരു അന്നത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടപെടലുകൾ മാത്രം കാരണമല്ല ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിന് കിട്ടാത്തത് എന്നുള്ളത് തീർച്ചയാണ്. അത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പൊ അത് പല കാര്യങ്ങളുണ്ടാവും. BCCIനെ സംബന്ധിച്ച് പല ഘടകങ്ങളും അതിനകത്ത് ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ സഞ്ജു ഈ ഒരു അതായത് മലയാളി താരം എന്ന രീതിയിൽ തഴയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് വേറൊരു അർത്ഥത്തിൽ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരള താരമായിട്ട് പിന്നെ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നില്ല ഒക്കെ പറയുന്നുണ്ട്. ഇപ്പം ടീം സെലക്ഷൻ ബാധിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ നമുക്കൊരു ഫാക്ട് ഇപ്പം നമുക്ക് ക്ലിയർ ആയി പറഞ്ഞു പോകാൻ പറ്റില്ല. നമ്മൾ വിമർശിക്കുന്നതാണ്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ക്രിക്കറ്റ് അസോസിയേഷൻ തന്നെ എടുത്തിട്ട് കൊടുക്കുമ്പോൾ അത് തീർച്ചയായും നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. ഈ പറഞ്ഞ പോലെ ഇതൊന്ന് സഹായിക്കാൻ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ വരും. നമ്മൾ പറഞ്ഞ ചട്ടക്കൂടുകളുണ്ട്, വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, അതനുസരിച്ച് KCAക്ക് പെരുമാറാൻ പറ്റും. ഒക്കെയാണ് സഞ്ജു മറ്റു താരങ്ങളെ പോലെ അല്ലേ കേരള ടീമിൽ കളിക്കുമെന്നൊക്കെ ചോദിക്കാം. അതൊക്കെ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കേരളത്തിലെ ഏക സീനിയർ താരമാണ് സഞ്ജുവിൻ്റെ കയ്യിലാണ് ഇപ്പോൾ കേരള ക്രിക്കറ്റിൽ അറിയപ്പെടുന്ന സഞ്ജു അല്ല എന്ന് പറയാൻ KCAക്ക് ആവില്ലല്ലോ. അപ്പോൾ അതുപോലെ ഇനി താരങ്ങൾ വളർത്തിയെടുക്കുക വേണ്ടത്, സഞ്ജുവിൻ്റെ ആ ഇത് ഉയർത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെയൊക്കെ KCAക്ക് നിലനിൽപ്പുണ്ടാവും. KCA അവിടെ ഉണ്ടാവും, പിന്നെ ടീം അസോസിയേഷൻ ഉണ്ടാവും, കേരള ക്രിക്കറ്റ് ഇനിയും നാളുകൾക്ക് ഉണ്ടാവും. നമ്മൾ പറഞ്ഞ വ്യക്തികൾ വരും പോവും. പക്ഷേ ആ ഉള്ള വ്യക്തികൾ വെച്ചിട്ട് അതിനെ വളർത്താനും ജനപ്രീതി കൊണ്ടുവരാനും വലിയ അസോസിയേഷൻ ശ്രമിക്കേണ്ടത്. ആ സമയത്ത് ഒരു വിവാദം വന്ന് ഇംഗ്ലണ്ട് പരമ്പരയ്ക്ക് മുമ്പ് ഈ വിവാദം വന്ന് ഏകദേശം കിട്ടടങ്ങി ചാമ്പ്യൻസ് ട്രോഫി ടീം സെലക്ഷൻ കഴിഞ്ഞിട്ട്. അതിനുശേഷം വന്ന് ശ്രീശാന്ത് സഞ്ജുവിനെ പിന്തുണച്ച് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു നോട്ടീസ് വീണ്ടും അയക്കുക പറയുമ്പോൾ അവർ ശരിയാണ് കരാറുണ്ട്. ശ്രീശാന്തും KCAയും തമ്മിൽ കരാറുണ്ട്. ക്രിക്കറ്റ് ലീവായിട്ട് ബന്ധമുണ്ട്, സഹോടമയാണ് വെണ്ടറാണ്. അതൊക്കെ അപ്പം ചോദ്യം ചോദിക്കാനുള്ള പ്രശ്നം ഇല്ല. അവിടെയൊക്കെ ചോദിക്കാനുള്ള അധികാരമുണ്ട് KCAക്ക്. അത് KCA ഉപയോഗിക്കുന്നു. പക്ഷേ അത് വീണ്ടും സഞ്ജുവിലേക്ക് കൂടെ ട്രാക്ക് ചെയ്തിടുവാണ് വീണ്ടും. അത് KCA ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ശ്രീശാന്ത് സഞ്ജുവിനെ തന്നെയാണ് അത് ഈ ഒരു സഞ്ജുവിനെയാണ് ബാധിക്കുന്നത്. ശ്രീശാന്ത് ഇപ്പം രാജ്യാന്തര ക്രിക്കറ്റിനൊക്കെ വിരമിച്ച താരമാണ്. ശ്രീശാന്ത് ഇപ്പം ഈ പറഞ്ഞ പോലെ പിന്നെ പുറമേ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ സഞ്ജു ഇപ്പോഴും ദേശീയ ടീമിൽ T20 ടീമിൽ ഭാഗമായി നിൽക്കുകയാണ്. IPL ഇപ്പം വരാൻ പോവാണ്. മാത്രമല്ല T20 ടീം ഇതിനകത്ത് പരമ്പരക്കകത്ത് കാര്യമായ ഒരു പ്രകടനം നടത്താൻ പറ്റാത്ത ഒരു നെഗറ്റീവ് ആ ഒരു ഇതിനകത്തും കൂടി നിൽക്കുകയാണ്. ഒരുപാട് വിമർശനങ്ങൾ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോ ആ ഒരു സാഹചര്യത്തിലാണ് ഈ വിവാദങ്ങൾ പിന്തുണ കിട്ടുന്ന സമയത്താണ് വീണ്ടും ഇവർ ഈ വിവാദം ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ട് സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്നും ഇപ്പോൾ ശ്രീശാന്ത് ആണെങ്കിലും KCA ആണെങ്കിലും ഒരു കേരള ക്രിക്കറ്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ തന്നെയാണ്, അല്ലെങ്കിൽ വ്യക്തികളോ സംഘടനകളോ ആണ്. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അത് കൃത്യമായി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ അതിനോട് ഒരു കൂടി കാര്യം കൂടി പറയുകയാണ്. ഇപ്പോൾ ശ്രീശാന്ത് ഇപ്പം കഴിഞ്ഞ ദിവസം നോട്ടീസ് വന്നപ്പോൾ പറഞ്ഞ ചോദ്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത് KCA താരങ്ങൾക്ക് വേണ്ടി, ഇപ്പോൾ ആഭ്യന്തര താരങ്ങൾക്ക് വേണ്ടി എന്ത് വിഷ്ണു വിനോദിനും സച്ചിൻ ബേബിക്കൊക്കെ വേണ്ടി എന്ത് ചെയ്തു എന്ന് അതിനും കൂടി KCA ഒരു ഉത്തരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം ഉയർത്തി വച്ചിട്ടുണ്ട്. അത് ഇതുവരെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇനി ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള നെഗറ്റിവിറ്റി കാര്യങ്ങൾക്ക് പകരം എന്നുകൂടി പറഞ്ഞു നോക്കുക, അഭിപ്രായമായിട്ട് പറയണം. തീർച്ചയായും.